കണ്ണൂരിൽ നല്ല എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. കണക്റ്റ കൾച്ചറൽ എക്സിബിഷൻ കണ്ണൂർ ടൗൺ സ്ക്വയറിലാണ് കേട്ടോ. ഫെബ്രുവരി 8 വരെ ഉള്ളൂ. അതായത് ഇന്ന് ലാസ്റ്റാണ്. നമ്മൾ പോയത് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്ക്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ നിന്ന് ലാസ്റ്റ് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് അവർ തരും. ഉള്ളിൽ തിരക്ക് കുറയുമ്പോൾ കുറച്ച് ആൾക്കാരായിട്ട് അങ്ങനെ കയറ്റി വന്നിട്ട് അവർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നീന്തി ലാസ്റ്റ് ഉള്ളിലേക്ക് എത്തി കേട്ടോ. ക്യൂ നിന്ന് കാല് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് വരണ്ടായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ വരണ്ടായിരുന്നു വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പം വന്നത് ഉപകാരമായി. കാരണം കാണേണ്ട കാഴ്ച തന്നെ ആയിരുന്നു. ഓരോ കാര്യങ്ങളും നമ്മൾ കാണുന്നവരും അതിനെപ്പറ്റി പറയാനും പരിചയപ്പെടുത്തി തരാനൊക്കെ ഓരോരോ ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഉണ്ടായിരുന്നത് ഇതാണ് കേട്ടോ. ഒരു ഉമ്മാന്റെ വയറ്റിൽ, അതായത് 9ാം മാസം എങ്ങനെയാണ് കുട്ടി കിടക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇതാ ഇങ്ങനെയാണ് നിങ്ങളുടെ ഉമ്മാന്റെ വയറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന കുറേ ഊനാളുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഓർമ്മകൾ പുതുക്കാൻ എന്നുള്ള ഒരു രീതിയിൽ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഉപ്പനെയും ഉമ്മനെയും പറ്റി എഴുതിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കല്ലേ ചെയ്യുന്നത്. അപ്പം പച്ചപ്പൊക്കെ മാറ്റി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഭവിഷ്യത്ത് എന്താണുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉണ്ടായത് നമ്മൾ ജനിച്ചപ്പം തൊട്ട് പ്രായമാവുന്നവരെയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. പിന്നെ ഇത് ആത്മാവിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ കാണുന്നവരും അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ ബന്ധങ്ങളെ പറ്റി പറയുന്നതാണ് കേട്ടോ. പിന്നെ കണ്ടത് തലകീഴായിട്ടുള്ള വീടാണ് കേട്ടോ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രക്തബന്ധത്തെ പോലും തിരിച്ചറിയാതെ പീഡനവും ലഹരിയും ദൂർത്തൊക്കെ ആയിട്ട്, അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ കുടുംബം തന്നെ നശിക്കുന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അവർ ഇത് ചെയ്തിരുന്നത്. അതിന് തൊട്ട് പിന്നെ തന്നെ നേരുള്ള വീടും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബന്ധങ്ങൾ നന്നാക്കുന്ന വീട്ടിൽ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. പിന്നെ ഈ പിക്ചറെ പറ്റി പറയുന്നതാണ്. ഇത് നിങ്ങളൊന്ന് ഇയാൾ പറയുന്ന കേട്ടോക്ക്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? മക്കളുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. മക്കൾ ചാറ്റ് ചെയ്ത് വർത്താനം പറയും നാട്ടുകാരായിട്ട്. കുടുംബമായി ചാറ്റ് ചെയ്യുന്ന സമയമാണ്. അത് തിരിച്ചു പിടിച്ചാലേ നല്ലൊരു ഭവനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തലതിരിഞ്ഞ ഭവനമോ. അവർക്കും നമുക്ക് പറയാനുള്ള അവസരങ്ങൾ ഇവർ പറയുന്നത് എത്ര ശരിയാണല്ലേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. പിന്നെ കണ്ടത് ഇതാണ് കേട്ടോ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ കാലഘട്ടം എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ കാലഘട്ടം അയൽവാസികളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. പണ്ടെന്നൊക്കെ എല്ലാവരും ഒന്നിച്ച് കളിച്ചും ചിരിച്ചും അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴത്തേതെന്ന് വെച്ചാൽ അയൽവാസികളായിട്ട് വല്ല ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെയാണ് കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലിശയും ലോട്ടറിയും തട്ടിപ്പും മണി ചെയിനൊക്കെ ആയിട്ടാണ് ഇന്നത്തെ തലമുറ പോകുന്നത്. അത് കാരണം ഓരോ ആൾക്കാർ ആത്മഹത്യയും കൊലപാതകമൊക്കെ ചെയ്യുന്നു. അപ്പം അതാണ് കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കണ്ടത് വലിയൊരു നീരാളിയാണ്. ഇതിനെ പറ്റിയിട്ട് ഇയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോക്ക്. മനുഷ്യരും ഇതേപോലെ വച്ചിപ്പിടിച്ചിരിക്കുകയാണ്. ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ നമുക്ക് മാത്രമുള്ളതല്ല, വരാനിരിക്കുന്ന തലമുറക്ക് കൂടി ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മിതമായിട്ട് അതിന് ഉപയോഗിക്കുകയും വരാനിൽ നിൽക്കുന്ന തലമുറക്ക് വേണ്ടി അതിന് മാറ്റിവെക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രകൃതിയോട് ചെയ്യാവുന്നത്. അതാണ് ഈ ചിത്രീകരണത്തിലൂടെ പഠിക്കുന്നത്. പിന്നെ ഈ കൈകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയവരായാലും വലിയവരായാലും പാവപ്പെട്ട ആൾക്കാരായാലും പണക്കാരായാലും അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും സാമൂഹിക ജീവിതവും വിവാഹബന്ധം എങ്ങനെയായിരിക്കണം, വീട് എങ്ങനെയായിരിക്കും, വീടിന്റെ അന്തരീക്ഷത്തെ പഠിച്ചു. ഇസ്ലാമിന്റെ ചെറിയൊരു ഭാഗം പഠിച്ചു, അതായത് മനുഷ്യ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം പഠിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നത് നമുക്ക് അറിവ് പകരാൻ വേണ്ടി വന്നൊരു മനുഷ്യനാണ്. നമ്മൾക്കിടയിൽ നിന്നാണ് വന്നത്, നിരക്ഷകർക്കിടയിൽ നിന്നാണ് വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം കേട്ടോ ഇത് ഫുള്ളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ ഉണ്ടായത് വലിയൊരു ഖുർആനാണ് കേട്ടോ ഇത്. അത്രയും മനോഹരമായിട്ടാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് അവർ. പിന്നെ അവിടെ നിന്ന് ഒരു നല്ലൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു അമ്മയും മോനും ബാങ്കിനെ, ഹിന്ദുസാണ് കേട്ടോ, ബാങ്കിനെ പറ്റി ചോദിച്ചറിയുന്നത്. പിന്നെ ഉണ്ടായത് കഅബന്റെ ഒരു ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ പോയിട്ട് തന്നെ കാണണം കേട്ടോ. പോവാത്തവർക്ക് നഷ്ടാന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ലാസ്റ്റ് ആയിട്ടുണ്ടായത് ഖബർസ്ഥാനാണ് കേട്ടോ. അവിടെ നിന്ന് താഴോട്ട് കീഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു മയ്യത്തിന്, ഖബറിന്റെ ഉള്ളിൽ ഒരു മയ്യത്ത് കടത്തിയതുപോലെ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഉള്ളിൽ നല്ല ഭയവും വിഷമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ ഒക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് പോയിട്ട് തന്നെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്.